ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നിങ്ങളൊക്കെ K4 സംസ്കൃതം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരിക്കും അല്ലേ? എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, സംസ്കൃതം മാത്രം പഠിച്ചത് കൊണ്ട് K4 ഒരിക്കലും നമുക്ക് പാസ്സാവാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ പെഡഗോജി, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ എടുത്തത് ആ ലാംഗ്വേജും കൂടി നമ്മൾ പഠിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ CCയിൽ K4 സംസ്കൃതത്തിൻ്റെ ക്രാഷ് കോഴ്സ് 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സംസ്കൃതം മാത്രം പഠിച്ചതുകൊണ്ട് നമുക്കിത് പാസ്സാവാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ പെഡഗോജിയും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത് രണ്ടും പഠിച്ചാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ കഴിയൂ. ഇത് നോക്കൂ, പെഡഗോജി 30 മാർക്കിൻ്റെ ചോദ്യങ്ങളും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളും, അങ്ങനെ 70 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഈ 150 മാർക്കിൽ തന്നെ 70 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ സംസ്കൃത അല്ലാത്ത ബാക്കി ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. 80 മാർക്കിന് മാത്രമേ സംസ്കൃതത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ CCയുടെ ക്രാഷ് കോഴ്സ് ഈ ഒരു 3 ഭാഗങ്ങളും കൂടി ചേർന്നിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. CCയിൽ പെഡഗോജിൻ്റെയും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഗത്തിൻ്റെയും, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ തിരഞ്ഞെടുത്തത് ആ ഭാഗത്തിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സംസ്കൃതത്തിൻ്റെ ക്ലാസ്സുകളും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിളോട് കൂടി, അതായത് 30 ദിവസം കൃത്യമായിട്ടുള്ള ടൈം ടേബിളോട് കൂടിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക. നമുക്ക് കുറച്ച് ദിവസത്തെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒന്നാമത്തെ ദിവസം നമുക്ക് സംസ്കൃതവും പെഡഗോജിയും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് പോർഷൻസും കൂടി ചേർന്നിട്ടുള്ള ടൈം ടേബിളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്കൃതം ഭാഗത്ത് നിന്നും ഭാഷാവഗമം അതുപോലെ ഭാഷാബോധന തത്വങ്ങൾ, ഈ 2 ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ മനഃശാസ്ത്രവും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും, ചിന്താധാരകൾ, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പഠനോപകരണങ്ങൾ, അതുപോലെ തന്ത്രങ്ങൾ, ഇവയൊക്കെയാണ് സൈക്കോളജി ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ മലയാളം ഭാഗത്തു നിന്നും അക്ഷരങ്ങളും ശബ്ദവിഭാഗങ്ങളുമാണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷിൽ നിന്നും ആർട്ടിക്കിൾസും ഓക്സിലറി വെർബുമാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മൾ സംസ്കൃത ശിക്ഷണ വിധികളെ പറ്റിയിട്ട് പഠിക്കുന്നു. അതുപോലെ പെഡഗോജി ഭാഗത്തു നിന്നും വളർച്ചയും വികാസവും എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ദിവസം ഭാഷാ പഠന സമുപഗമം, അതുപോലെ സങ്കലിത ശിക്ഷ, മൂല്യനിർണ്ണയം, ഈ 3 ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും വചനം, ക്രിയാവിഭാഗം എന്നീ ഭാഗങ്ങളും, പെഡഗോജിൻ്റെ ഭാഗത്തു നിന്ന് ഭാഷയും ചിന്തയും എന്നുള്ള ഭാഗവും, പിന്നെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ടാഗ് അതുപോലെ പ്രപ്പോസിഷൻ ക്വസ്റ്റ്യൻസ്, ഈ 2 ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകളുമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. നമ്മൾ 4ാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ, 4ാമത്തെ ദിവസം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഭാഷാവഗമം, ഭാഷാബോധന തത്വങ്ങൾ, അങ്ങനെ ടീച്ചിങ് ടെക്നിക്കുകൾ പഠിച്ചിരുന്നു. ആ ഭാഗത്തിൻ്റെ ഇതുവരെ പഠിച്ച ഭാഗങ്ങളുടെ റിവിഷനും അതുപോലെ PYQ പ്രാക്ടീസുമാണ് സംസ്കൃതത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ അന്നത്തെ ദിവസം തന്നെ നമ്മൾ പെഡഗോജിൻ്റെ ഭാഗത്തു നിന്നും പഠനം എന്നുള്ള പാർട്ട് പഠിക്കുന്നുണ്ടാവും. അതുപോലെ മലയാളത്തിൽ നിന്നും സമാസവും പ്രകാരങ്ങളും പഠിക്കുന്നുണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നും ടെൻസസും പഠിക്കുന്നുണ്ടാവും. ഇതായിരിക്കും നമ്മുടെ 4ാമത്തെ ദിവസത്തെ ടൈം ടേബിളിൽ ഉണ്ടാവുക. 5ാമത്തെ ദിവസം നമുക്കറിയാം, സംസ്കൃതത്തിലൊരു ഗദ്യഭാഗം തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ചോദ്യം, അതുപോലെ ഒരു ശ്ലോകം തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ചോദ്യം ഉണ്ടാവും. ആ ഭാഗത്തിൻ്റെ നമ്മൾ PYQ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രാക്ടീസ് ആയിരിക്കും നമുക്ക് 5ാമത്തെ ദിവസം സംസ്കൃതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതുപോലെ തന്നെ പെഡഗോജിയുടെ ഭാഗത്തു നിന്നും പഠന വൈകല്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. മലയാളത്തിൽ നിന്നും തദ്ധിതങ്ങളെ പറ്റിയിട്ടും ഇംഗ്ലീഷിൽ നിന്നും കോൺകോഡും അതുപോലെ യൂസേജസും ഒക്കെ പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം 6ാമത്തെ ദിവസം നമ്മൾ ഓർമ്മ അല്ലെങ്കിൽ ഓർമ്മയെ പറ്റിയിട്ടും മറവിയെ പറ്റിയിട്ടും നമ്മൾ പഠിക്കുന്നു. അതുപോലെ ദ്യോതകങ്ങളെ പറ്റിയിട്ടും വിഭക്തിയെ പറ്റിയിട്ടും മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ അതായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഇംഗ്ലീഷിൽ നിന്നും ഇഫ് ക്ലോസും ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ഒക്കെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും ദിവസം നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ടീച്ചിങ് ടെക്നിക്കുകളെ പറ്റിയിട്ട് ഒക്കെ ആയിരുന്നു പഠിച്ചിരുന്നത് അല്ലേ സംസ്കൃതത്തിൻ്റെ ഭാഗത്ത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സംസ്കൃത ശാസ്ത്രത്തെ പറ്റിയിട്ടും സംസ്കൃത സാഹിത്യത്തെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ 28, 29 ദിവസങ്ങളാവുമ്പോഴേക്കും നമ്മൾ PYQ പ്രാക്ടീസിലേക്ക് കടക്കും. അതായത് നമ്മുടെ സിലബസ് ഫുള്ള് നമ്മൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള PYQs ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയായിരിക്കും 28, 29 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. 30ാമത്തെ ദിവസം നമ്മൾ മോഡൽ എക്സാം.
ഒന്ന്, അതായത് ഇത് നമ്മുടെ വരാനിരിക്കുന്ന എക്സാമിൻ്റെ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതായിരിക്കും നമ്മുടെ 30ാമത്തെ ദിവസത്തെ ക്ലാസ്. അപ്പം നമ്മൾ ഈ രീതിയിലാണ് നമ്മുടെ CCയിലെ ക്രാഷ് കോഴ്സ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ തരാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ റെഡിയാണ്. അപ്പം ഞാൻ ഒന്നും കൂടി പറയുകയാണ്, CCയിൽ K4 സംസ്കൃതത്തിൻ്റെ 30 ഡേയ്സ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസും അതുപോലെ ഡെയിലി ടോപ്പിക് റിവിഷൻസും സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ ഡെയിലി എക്സാംസും പ്രോഗ്രസ് ഇവാലുവേഷനും ഒക്കെ നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ 8589083568 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വിവരങ്ങളൊക്കെ അറിയാൻ കഴിയും. താങ്ക്